വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഓർമ്മിക്കുക, കാണുന്ന കാടെല്ലാം എന്റേതാണെന്ന ഗർവോടെ തല ഉയർത്തി കാടാകെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടാന. വഴിയിൽ തടസ്സമായി നിന്ന കുറ്റിച്ചെടികളെയും ചെറുമരങ്ങളെയും അവൻ വേരോടെ പിഴുതെറിഞ്ഞു. അഹംഭാവത്തിൽ തലയൽപ്പം കൂടി ഉയർത്തി നടന്നപ്പോൾ നിലത്ത് ശത്രു ഒരുക്കിയ ചതിക്കുഴി അവൻ കണ്ടില്ല. കെണിയിൽപ്പെട്ട അവനെ ശത്രു ബന്ധനസ്ഥനാക്കി. പിന്നെ അവന് ശത്രുവിന്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടി വന്നു. അങ്ങനെ അവൻ നാട്ടാനയായി. താനൊരു കാട്ടാനയായിരുന്നുവെന്ന സത്യം അവൻ പാടെ മറന്നു. ഒരിക്കൽ അവന്റെ കഷ്ടതകൾ അകലെ നിന്ന് ദർശിച്ച മറ്റൊരു കാട്ടാന അവനരികിൽ വന്നു പറഞ്ഞു, ബോഷ, എന്തിനാണ് നീ ഇങ്ങനെ ക്ലേശിക്കുന്നത്? നീ നിന്റെ സത്തയെ തിരിച്ചറിയുക. നീ നാട്ടാനയല്ല, കാട്ടാനയാണ്. നീ നിന്റെ യഥാർത്ഥ ഭാവത്തിലേക്ക് തിരികെ വന്നാൽ നിന്റെ ബന്ധനങ്ങളും നിന്നെ ബന്ധനസ്ഥനാക്കിയവനും നിന്റെ മുൻപിൽ അടിയറവ് പറയും. അപ്രകാരം നീ സ്വതന്ത്രനാകും. ഈ വാക്കുകൾ നാട്ടാനയ്ക്ക് വിശ്വാസമായില്ല. അവന്റെ തനിമ അവന് നഷ്ടപ്പെട്ടിരുന്നു. അവന്റെ ജീവിതം പിന്നെയും അടിമത്തത്തിന്റെ നുകം വഹിച്ചുകൊണ്ടിരുന്നു. നാട്ടാനയല്ല, കാട്ടാനയാണ് എന്ന സത്യമാണ് നാം ഒക്കെ തിരിച്ചറിയേണ്ടത്. ഈ സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകാനാണ് ക്രിസ്തു വന്നത്. ഈ സത്യം നാം ഒക്കെ തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ആത്മസ്വാതന്ത്ര്യത്തിന്റെ സ്വർഗീയ തലത്തിലേക്ക് അവൻ നമ്മെ കൈപ്പിടിച്ചാനയിക്കും. പാപത്തിന്റെ അടിമത്ത നിയമങ്ങളല്ല, പുത്രസ്നേഹത്തിന്റെ വരമൊഴികളാണ് നാം നിറവേറ്റേണ്ടത്. സത്യം നിങ്ങൾ അറിയും, അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗരാജ്യം നിനക്കുള്ളതാണ്. ഈശോ ഉത്ഥാനത്തിലൂടെ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തിൽ മുന്നേറുവാൻ എല്ലാവർക്കും ഇടവരട്ടെയെന്ന് പ്രാർത്ഥിക്കാം.
സ്വസ്തി.